ഞങ്ങളുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് ആൾക്കാർ വീട്ടിയുടെ പുസ്തകമൊക്കെ വായിച്ചിട്ട് ആൾക്കാർ വിചാരിക്കും 10-21 വയസ്സ് വരെ വേണ്ടമോ ഒരു അക്ഷരം പഠിച്ചിട്ടില്ലെന്ന്. ഇവർ 2 അക്ഷരം പഠിച്ചിരുന്നു, മലയാളവും ഒരു ചെറിയ പരിധി വരെ സംസ്കൃതം പഠിക്കാമെന്ന് വെച്ചാൽ ഭാഗവതം വായിക്കാനുള്ളതായ ജ്ഞാനം. അതിൻ്റെ മുകളിലേക്കൊന്നും അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. സാഹിത്യം വായിക്കണമെന്നൊന്നും അവർ വിചാരിച്ചിട്ടില്ല. ഇതൊരു ഈശ്വരീയമായ ഗ്രന്ഥമാണല്ലോ എന്ന് മാത്രം വിചാരിച്ച് വായിച്ചതാവും. ഈ അടുത്ത കാലം വരെ അമ്മ ഇരുന്ന ആര്യൻ്റെ പാടം അവിടെ ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ ഇരുന്നിട്ടേ ആ പാടും കണ്ടാവും. അച്ഛനൊക്കെ കണ്ട് വല്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. അതെനിക്കാണെങ്കിൽ എനിക്ക് 60 വയസ്സ് വരെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാഗ്യം. എനിക്ക് 60 വയസ്സായി അവർ മരിക്കുമ്പോഴേ. അപ്പോൾ ഞാൻ സുദീർഘമായ ഒരു കാലം, ഒരു 60 വയസ്സ് വരെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ചെറിയ ചെറിയ തോന്നിയാസമൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞൊന്നും നടിക്കൊന്നുമില്ല. വീട് ഒരു സാമ്രാജ്യമാകുമ്പോൾ അമ്മ അതിൻ്റെ സർവാധിപതിയാകുന്നു. എങ്ങും നിറയുന്ന, എല്ലാം അറിയുന്ന ഒരു ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പോലെ ഗൃഹത്തിൻ്റെ 4 അതിരുകളുടെ നിയന്താവാണ് അമ്മ. ആ മാതൃസാമ്രാജ്യത്തിൽ പ്രജകളാകുന്നത് മക്കളും മറ്റു കുടുംബാംഗങ്ങളും മാത്രമല്ല, ഗൃഹപരിസരത്തെ സസ്യലതാദികളും പക്ഷിമൃഗാദികളും സ്ഥാവര ജംഗമ വസ്തുക്കളും ഒക്കെയാണ്. പാദസ്പർശം ക്ഷമസ്വമേ എന്നു പറഞ്ഞ് ഭൂമിയെ വന്ദിക്കുന്നത് പോലെ ഓരോ പുത്രനും പുത്രിയും സ്വന്തം മാതാവിനെ വന്ദിക്കുമെങ്കിൽ ആ ഗൃഹത്തിൽ ആനന്ദം മാത്രമായിരിക്കും കളിയാടുക. ഓരോ മാതാവും ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി മാതാക്കൾക്ക് തുല്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഈ അമ്മയുടെ, ഈ മകൻ്റെ കാര്യങ്ങളെ അന്വേഷിക്കാം. നൊസ്റ്റാളജിയുടെ ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ താമസിച്ചിട്ടുള്ളൂ. ഞാൻ വേറൊരു തൽക്കാലം ഇപ്പോൾ തൃശ്ശൂർ 10 ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലം വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് അവിടെ സ്ഥലമുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടെ പുറത്ത് അങ്ങനെയൊക്കെ താമസിച്ചിട്ടുണ്ട്. പെർമനൻ്റ്ലി ഞാൻ ഇവിടെ തന്നെ താമസിച്ചിട്ടുള്ളൂ. അതും ഒരു ഭാഗ്യമാവും. അത്രയ്ക്കേ അതിനെ പറ്റി. പിന്നെ ഞാൻ കുറേശ്ശെ വായിക്കാൻ തുടങ്ങിയ ഒരാളായപ്പോൾ അമ്മയച്ഛനെ കുറേശ്ശെ വായിച്ച കാരണം അങ്ങനൊരു പരിചയം ഉണ്ടായി. ആ പരിചയങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാം. അന്ന് മോശമില്ലാത്തൊരു ലൈബ്രറി ഉണ്ട്. എൻ്റെ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ പുസ്തകങ്ങളും അങ്ങനെയുള്ള വായിക്കാനുള്ളതൊന്നുമല്ലല്ലോ. അതിൽ ആദ്യം എഴുതിയ പുസ്തകത്തിൽ തന്നെ ചാരായത്തിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അമ്മയ്ക്ക് വായിക്കാൻ പറ്റിയൊരു പുസ്തകമല്ല അത്. അപ്പോൾ ഞാൻ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ താൻ ഒരു പുസ്തകം എഴുതി താന്നൊക്കെ പിറകിലോട്ട് അന്നല്ല. പിന്നെ ഈ നമ്പൂതിരിമാരെ ഒരാളും മക്കളായാലും നെയ്യെന്ന് വിളിക്കില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നെയ്യെന്ന് വിളിക്കില്ല. താൻ, നിങ്ങൾ, അങ്ങനെ വേറൊരു അങ്ങനെയൊക്കെ പറയുള്ളൂ. താൻ ഒരു പുസ്തകം എഴുതിയതൊക്കെ കേട്ടാൽ എന്താ അമ്മ എന്തൊരു വണ്ടി ഇതൊക്കെ എഴുതിയെന്ന് വായിച്ചിട്ടുണ്ടാവില്ല. ഭ്രഷ്ട് എഴുതിയെന്ന് കേട്ടപ്പോൾ വായിക്കണം തോന്നിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. കാരണം എൻ്റെ അച്ഛൻ്റെ 2 ചെറിയച്ഛന്മാരാണ് ആദ്യം ഭ്രഷ്ടരാക്കപ്പെട്ടത്. കുറിയടുത്ത താത്തയുടെ ഭ്രഷ്ടിൽ ആദ്യം ഔട്ട്കാസ്റ്റ് ചെയ്തത് എൻ്റെ അച്ഛൻ്റെ ചെറിയച്ഛനായിട്ട് 2 ആൾക്കാർ. എൻ്റെ മുത്തശ്ശൻ്റെ 2 അനിയന്മാരാണ് ആദ്യം ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ കഥ ഇങ്ങനെ അവർക്കറിയാലോ. അമ്മയ്ക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അമ്മയ്ക്കല്ല, അച്ഛനും ഓർമ്മയില്ല. എൻ്റെ അച്ഛൻ ജനിച്ച കൊല്ലാണ് 1904 എന്ന് തോന്നുന്നു. 4 or 5 ആ പീരീഡിലാണ് ഈ കുറിയടുത്ത താത്തരി എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടുള്ളത്.